മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മനസ്സിൽ സ്നേഹമുള്ളവർക്കേ വേർപാടിൻ്റെ വേദനയറിയൂ. ആ വേദന അറിയണമെങ്കിൽ ആരെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് നഷ്ടപ്പെടണം. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നിങ്ങളെ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചവരെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും. തളരാതെ മുന്നോട്ടു പോവുക. കാരണം ജീവിതം നിങ്ങളുടേതാണ്. ജീവിക്കേണ്ടത് നിങ്ങളാണ്. തണൽ നൽകാൻ കഴിയുന്നിടത്തോളം കാലം വിലയുണ്ടാകും. അത് കഴിഞ്ഞാൽ ഒഴിവാക്കപ്പെടും. അതിപ്പോൾ മരമായാലും മനുഷ്യരായാലും. ഭക്തരെ, ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. എന്നാൽ ഒന്നും അവസാനമല്ല. ഒരു തൂവൽ കൊഴിഞ്ഞുപോയി എന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല. ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ്. പക്ഷേ ചേർത്ത് നിർത്താൻ എളുപ്പമല്ല. അത് നിങ്ങളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. ശക്തമായ സൗഹൃദത്തിന് ദിവസമുള്ള സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. എല്ലായ്പ്പോഴും ഒരുമയുടെ ആവശ്യമില്ല. ബന്ധം ഹൃദയത്തിൽ ജീവിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്തുക്കൾ ഒരിക്കലും പിരിയുകയുമില്ല. ഭക്തരെ, ഇന്നലത്തെ വഴക്ക് ഇന്നത്തെ ആശയവിനിമയത്തെ ബാധിക്കാത്തതാണ് മഹത്തായ ബന്ധം. ഈ ലോകത്തിൽ ആരും ശുദ്ധരും പൂർണ്ണരുമല്ല. ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും തനിച്ചായിരിക്കും. അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. ഭക്തരെ, ഈ ഭൂമിയിൽ ഉള്ളതൊന്നും ശാശ്വതമല്ല. അതിനാൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തരുത്. കാരണം സാഹചര്യം എത്ര കഠിനമാണെങ്കിലും അത് മാറുക തന്നെ ചെയ്യും. ആളുകൾ നിങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വളരുകയാണെന്ന് അർത്ഥമാക്കുന്നു. നിങ്ങളോടുള്ള ഒരാളുടെ അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. എന്നാൽ ഒരാളെ ആഴത്തിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവുകൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ. ഭക്തരെ, അഹങ്കാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് അറിവിലായാലും സമ്പത്തിലായാലും സൗന്ദര്യത്തിലായാലും അധികാരത്തിലായാലും. എളിമ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. ചിന്തകളും സങ്കല്പങ്ങളും നിങ്ങളിൽ നിന്ന് ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തരെ, രണ്ടു മനുഷ്യർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നമില്ല. അതിന് വേണ്ടത് സംസാരിക്കാനുള്ള മനസ്സും കേൾക്കാനുള്ള ക്ഷമയുമാണ്. പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതാതിരിക്കുക. എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റാർക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കുക. കടമകൾക്ക് മുന്നിൽ സ്വപ്നങ്ങൾ തോൽക്കുന്നതിൻ്റെ പേരാണ് ജീവിതം. ഭക്തരെ, മറ്റൊരു ലക്ഷ്യം സജ്ജീകരിക്കാനോ ഒരു പുതിയ സ്വപ്നം കാണാനോ നിങ്ങൾക്ക് പ്രായം ഒരിക്കലും തടസ്സമല്ല. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ വരുന്ന 100 ആളുകളേക്കാൾ വിലയുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വിഷമം കേൾക്കുന്ന ഒരാൾക്ക്. എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷവും നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക്
ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരാരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഭക്തരെ, തിരക്കൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടു കാണും. തിരിച്ചറിയുക, ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. ഭക്തരെ, മറ്റുള്ളവരുടെ ചിന്തകളും തീരുമാനങ്ങളും മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.